സ്വന്തം അമ്മ കുടുംബം, വേദിയിലും സദസ്സിലുമായിട്ടുള്ള അമ്മ കുടുംബം, അതേപോലെ തന്നെ ഇപ്പൊ അമ്മ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ചക്കരാസ്. ലക്കിയാന്നറിയോ? ബിക്കോസ് മമ്മൂക്ക ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്ന ഏറ്റവും ഒരു മീഡിയയുടെ ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് സ്വന്തം ഫാമിലിയെ കണക്കാക്കി ഓടി എത്തിയിട്ടുള്ളൊരു ടീമാണ് നിങ്ങൾ. And you guys deserve that. അത്ര നല്ല ടീമായിരുന്നു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പറഞ്ഞ പോലെ ഒരുപാട് എൻട്രീസ് വന്നതെന്നൊക്കെ നമ്മളൊരു ടീം ഇരുന്ന് സോർട്ട് ചെയ്ത് വിളിച്ച് ഒന്ന് സംസാരിച്ച് ഡാൻസിൻ്റെ ബേസൊക്കെ ഒന്ന് ചോദിച്ച് അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്തെടുത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബഞ്ചാണ് മുമ്പിലിരിക്കുന്നത്. അത് ഏറ്റവും നല്ല ടീം തന്നെ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് നിങ്ങളൊരു വലിയ ജേർണിയുടെ തുടക്കമാണ് ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ സന്തോഷത്തിന് ഏറ്റവും വലിയൊരു തുടക്കമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫോമൽ സ്വഭാവം തീരെയില്ല. എൻ്റെ സന്തോഷം നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പേഴ്സണലി നമുക്ക് മുകളിലൊരു ബ്ലാസ്റ്റ് കൂടെ ആവാം. ഓക്കെ, യെസ്, നമുക്ക് അവിടെ ഒന്നുകൂടെ ആഘോഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ കൂടിയിരിക്കുകയല്ലോ, അപ്പോൾ ഒന്ന് എല്ലാവരും സംസാരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. അമ്മയുടെ എന്ന പോലെ തന്നെ ഈ അഭിനയ ഇൻറ്റൻസീവിൻ്റെയും ശക്തിയായിരുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖ. സന്തോഷം പങ്കുവയ്ക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ഭാഗ്യമുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. നിങ്ങളെ വരവേൽക്കാൻ മോഹൻലാൽ, യാത്രയക്കാൻ മമ്മൂക്ക. ഫോണിലല്ലേ? ഓക്കെ, സന്തോഷം. അതെ, എല്ലാവരുടെയും ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ക്ലാസ് എടുക്കാൻ പോകുന്നു. ഇതാണ് ഞങ്ങൾ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സന്തോഷവും ഒരു ഒരുമ. ഇതാണ്. അവിടെ അങ്ങനെ ഒരു വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. ഒരു നോർമൽ മെമ്പർ ആണെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആണെങ്കിലും അതിൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും അത് അങ്ങനെ ഒന്നും ഒരു വ്യത്യാസമില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെ. പെട്ടെന്ന് നമുക്ക് വിളിച്ച് പറയുന്നു ഇങ്ങനെ പിള്ളേർ യാത്രയൊക്കെ നമുക്കൊന്ന് വരുമെന്ന് വെച്ചാൽ ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് വരുന്നു. അതൊക്കെയാണ് ഈ സംഘടനയുടെ സന്തോഷം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അമ്മയിൽ ഭയങ്കര അടി വഴക്കെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യൂസിലൊക്കെ കാണും. അതൊക്കെ വെറുതെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സ്ഥിതി ഇതാണ്. വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും പോകുന്ന ആളുകളാണ്. ആ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കടുത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. വളരെ കുറച്ച് സമയത്തിൽ വന്നാണ് നമുക്ക് ഷൂട്ടിങ്ങിന് പോകുന്നതിൻ്റെ ഇടയിൽ വന്നതാണ്. ഒരുപാട് സമയം മെനക്കെടുത്തരുത്, ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. അതിൻ്റെയൊക്കെ ചീത്ത ഞാൻ കേൾക്കേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാതെ നമുക്ക് സന്തോഷകരമായി വന്നിട്ട് സന്തോഷമായിട്ട് തന്നെ പോകണം. പിന്നെ ബേസിൽ ജോസഫ് എത്തിയിട്ടുണ്ട്. അതും വളരെ ഷോർട്ട് നോട്ടീസിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞാണ് ഒന്ന് വന്നിട്ട് ഈ പിള്ളേർക്കൊന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതും വളരെ സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിച്ചിട്ട് ബേസിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് നമുക്ക് വലിയൊരു വരവേൽപ്പ് കൊടുക്കാം. ഇങ്ങനൊരു ചെറിയൊരു പരിപാടി 2 ദിവസത്തെ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി നമ്മളോട് നമുക്ക് 2 വാക്ക് സംസാരിക്കും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് ഈ കുടുംബത്തിന് സ്വന്തം ആൾക്കാരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മക്കൾ കളിക്കും. നമ്മൾ തമ്മിൽ ഇതിനൊക്കെ വേണോ? സന്തോഷം. ഇതൊരു നൃത്ത പരിശീലന ക്ലാസ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ താല്പര്യമുണ്ട്. കാരണം ഞാൻ പരിശീലിച്ചിരുന്ന കാലത്ത് ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടിയിരുന്നില്ല. നമ്മൾ ഒരുപാട് പേര് ആൾക്കാരെ പോയി നോക്കി നിന്നും ഏകലവ്യന്മാരെ പോലെ വലിയ വലിയ ഗുരുക്കന്മാരെ, രചന നാരായണൻകുട്ടിയെ പോലുള്ള ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ ആരും കാണാതെ ഒളിച്ചു നിന്ന് കണ്ടുപിടിച്ച ഡാൻസാണ് ഞാൻ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരമുണ്ട്. ഇപ്പോൾ ഈ പുതുതലമുറയ്ക്ക് അങ്ങനെ ഒരു എക്സ്പോഷറുണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, വേദികളുണ്ട്. നമുക്കത് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഇതുപോലെ അതിൻ്റെ ഒരു അനുരണനമാണിത്. കാരണം ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്, അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. ഇതിനെപ്പോലെ എന്നെ പോലുള്ള ആൾക്കാർ പുതിയ തലമുറക്ക് ഇങ്ങനെ അവർക്ക് പരിശീലനത്തിന് അവസരങ്ങൾ ഉണ്ടാകാതിരിക്കരുത്. നമുക്കൊന്നും പറ്റിയതുപോലെ പറ്റാതിരിക്കട്ടെ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വളരെ എന്താ പറയുക, പ്രഗത്ഭരായ നർത്തകിമാർ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അതൊന്നും പറയാഞ്ഞിട്ടല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്, കുറച്ചുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും ഒരു അമ്മയുടെ
പുതിയ ഭരണസമിതിയുടെ തീരുമാനങ്ങളാണ്, പരിഷ്കാരങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, ആവശ്യകത തന്നെയാണ്. വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നാലെ വരുന്നവരെ തന്നെ നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കലാണ് യഥാർത്ഥത്തിൽ. നമ്മൾ പോയി വഴിവെട്ടുന്ന നമ്മൾ വെട്ടുന്ന വഴിയിലൂടെ അവർ സഞ്ചരിക്കുക, നമ്മളും മറ്റു പലരും വെട്ടിയ വഴി കൂടെ സഞ്ചരിക്കുന്നത്. നമ്മളാരും റോഡ് പണിതിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ. നമുക്ക് പിന്നാലെ വരുന്നവരെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, അവർക്ക് കൂടെ വഴിയുണ്ടാകും. അത് ആണ് അമ്മയുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾ പരിശീലിച്ചു, എത്രത്തോളം നിങ്ങളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ച പോലെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചതും ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ജീവിതവും നൃത്തമൊക്കെ. ഞാനിപ്പോൾ സിദ്ദിഖിനോട് പറയായിരുന്നു, നമുക്ക് ഈ കുട്ടികളെയൊക്കെ ഒരു കാലത്ത് ഉപേക്ഷിച്ച് കളയരുത്, വഴിയിലിട്ട് കളയില്ല. അമ്മയ്ക്ക് നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമോ, ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ മുന്നിട്ട് നിൽക്കണമെന്ന് ഞാൻ സെക്രട്ടറിയോട് അപേക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം കാരണം നമുക്ക് വേദികളുണ്ടാവും, ഇതുപോലെ ഇനി നിങ്ങൾക്ക് നൃത്തത്തിന് വേദികളുണ്ടാവും, സിനിമയിലെ അവസരങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കഴിവുകളുള്ള എല്ലാവർക്കും, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, തീർച്ചയായിട്ടും ഇതൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയാൻ പറ്റില്ല, കാര്യം എന്ന് തന്നെ പറയാം. അതിനപ്പുറത്തേക്ക് വിശദീകരണം കാര്യമാണ്. അത് ഇനി വർഷാവർഷം ഉണ്ടാവുമായിരിക്കും അല്ലേ? മാസം ഉണ്ട്. നോക്കാം, മാസം കാരണം 2 ദിവസവും 3 ദിവസത്തെ പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അവരെ വെയിറ്റിംഗ് ആണെങ്കിൽ അവർക്കും കൊടുക്കാം. അപ്പോൾ അല്ല, അടുത്ത പ്രാവശ്യം നടക്കട്ടെ. വളരെ സന്തോഷം. ഇനിയും ഇത് കലാരംഗത്തേക്ക് ഇപ്പോൾ ഒരാളുടെ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ മടിയില്ല, വിലക്കുകളില്ല. എല്ലാവർക്കും വളരെ സ്വതന്ത്രമായി വരാനും പോകാനും ഒക്കെ സ്ഥലം തന്നെയാണ്. അതിനുള്ള അവസരങ്ങളുണ്ട്, വേദികളുണ്ട്. അത് അമ്മ ഒരുക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകതയും അതിൻ്റെതായ ഒരു കരുതലും കാവലും ഒക്കെ ഉണ്ടാകും. അത് വളരെ ഗംഭീരമായിട്ട് നടന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പുതിയ ഭാരവാഹികളിൽ പല പ്രാസംഗികളും ഉണ്ടെന്ന് എപ്പോഴും മനസ്സിലായി. വൻ പ്രസംഗമൊക്കെ ആയിരുന്നു കേട്ടോ. സരയു അടുത്ത പ്രാവശ്യം എറണാകുളം മണ്ഡലത്തിൽ സാധ്യത ഞാനിങ്ങനെ ദൂരമായി കാണുന്നു അല്ലേ? ബാക്കി 2 പേരുടെ പ്രസംഗം എന്തെങ്കിലും കാണുമെന്നാണ് ഞാൻ ഇവിടെ ഇന്ന് പ്രതീക്ഷിച്ചത്. ഇനിയും പ്രസംഗിക്കാൻ ഞാൻ ഇവിടെ നേരം പ്രസംഗിച്ചോളൂ, ഞാൻ കേട്ടോ. ഓക്കെ അല്ലേ? ഈ ബൊക്കയ്ക്ക് പ്രത്യേകം നന്ദി. സീനത്ത് സ്പെഷ്യൽ കാർ വിളിച്ച് നിലമ്പൂരിൽ വന്നാണ്. കാക്കനാട് നിലമ്പൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ബാക്കിയുള്ള എല്ലാ പണികളെല്ലാം അവിടെ ഉണ്ട്. സന്തോഷം. എല്ലാ പരിശീലനം എന്ന് പറഞ്ഞാൽ പരിശീലനം ഇത് ഒരു എന്താ പറയുക, ഒരു ക്ലാസ്, ഒരു പാഠം. ഇനി ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ച പാഠങ്ങൾ കൂടാതെ, ഇവിടുന്ന് പഠിച്ചതും കൂടാതെ ഇനി ഒരുപാട് പാഠങ്ങളുണ്ട്. അത് പഠിക്കാൻ അവസരമുണ്ടാവട്ടെ. അതിനൊക്കെ നിങ്ങൾക്ക് വളരെ തിളച്ചുമാർന്ന വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ അത്രേ ഉള്ളൂ. അമ്മക്ക് അങ്ങനെയൊക്കെ പറയും. നമ്മുടെ ടെൻഷൻ നമുക്കല്ലേ അറിയുള്ളൂ. പറഞ്ഞാലും കുടുംബത്തിൽ നിന്ന് തുടങ്ങാം, കുടുംബത്തിൽ നിന്ന് പിച്ചേക്കാന്ന് പറയുന്ന പോലെ നല്ല തുടക്കമാവട്ടെ. അപ്പൊ എന്തായാലും നേരത്തെ നമ്മള് മുകളിലിങ്ങനെ നമ്മള് കുറെ പേരുകളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും വരിക എന്ന് പറഞ്ഞു. അതും ഇപ്പൊ ഡാൻസാണ്, ഇപ്പൊ ഡാൻസാണ്. തകർത്ത് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ബേസിൽ എന്തായാലും വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഒരു വലിയ സ്പീച്ച് ഒക്കെ പഠിച്ചു വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമുക്ക് സ്പീച്ച് കേൾക്കാം, അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാം. ഓക്കെ.
സമയമാകുമ്പോൾ ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി അമ്മയുടെ ഓഫീസിലേക്ക് വരുന്നത് തന്നെ. ഞാൻ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നിങ്ങളുടെ അതേപോലെ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നോക്കുമ്പോൾ മമ്മൂക്ക വരുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സമാപന ചടങ്ങുണ്ട് എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സിദ്ദിഖൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് മമ്മൂക്കയും വരുന്നത് ഒരു ബലത്തിൽ നിന്ന്. ഇച്ചിരി കൂടുതൽ ബലമായി പോയി. അപ്പോൾ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇങ്ങനെ സ്റ്റാർ സ്ട്രക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം, ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നത്, പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വരുന്നു എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്താ പറയുക, പുതിയൊരു എക്സിക്യൂട്ടീവ് കൗൺസിലും പുതിയൊരു കൗൺസിൽ മെമ്പർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് വരുന്നു, ഇതുപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു തുടക്കമാവട്ടെ. നിങ്ങളുടെയൊക്കെ സന്തോഷം ഈ പറയുന്ന പോലെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് 2-3 ദിവസം ഇവിടെ അടിച്ചു പൊളിച്ചതാണെന്ന്. അപ്പോൾ ഇനിയും മുമ്പിലോട്ടും ഒരുപാട് പേർക്ക് ഇങ്ങനെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ. അമ്മയ്ക്ക് അകത്ത് മാത്രമല്ലാതെ പുറത്തും ഉള്ളവർക്കും ഒക്കെ ഇതുപോലുള്ള അവസരങ്ങൾ അമ്മയിലൂടെ ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നമുക്ക് പറഞ്ഞാൽ ഞാനും ഡാൻസ് ഒന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഡാൻസൊക്കെ പഠിക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. വെറുതെ അപ്പോൾ താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങളൊരു ടീം ഇരുന്ന് ഇങ്ങനെ എല്ലാവരെയും സോർട്ട് ചെയ്ത് വിളിച്ചൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങളായിട്ട് കുറച്ചധികം ഇൻട്രാക്ട് ചെയ്തു എന്നുള്ളതാ. ഈ നിൽക്കുന്ന അമ്മ കുടുംബാംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മുടെ സുരേഷ് ചേട്ടൻ, നമ്മുടെ ജോ ചേച്ചി, ഇവരെല്ലാവരും കട്ടയ്ക്ക് കൂടിയിട്ടാണ്. ഉണ്ണിച്ചേട്ടൻ, വീണു ഒക്കെ രാത്രി 11 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോരുന്നത്. പിന്നെ വിദ്യ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. ഈ ഫാമിലി ഫുൾ ഒന്നിച്ചാണ് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്താലും നമുക്കത് ഒരു ബാക്ക് ബോൺ ആവാനേ പറ്റുള്ളൂ. നിങ്ങളെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ള പ്രോസസ്സേ നമുക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 2 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ദാറ്റ് മാറ്റേഴ്സ്. അത് അത്രയും രസകരവും അത്രയും എൻഗേജിങ്ങും ആയാലേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ നല്ല വാക്കുകൾ, അതും മാറ്റേഴ്സ്. നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞാലാണ് നമുക്കും ഈ പ്രചോദനം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ചു. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നമുക്ക് 2 ദിവസം മതിയായില്ല, ഇനിയും വേണം എന്നാണ് ഒരുപാട് കമൻസിൽ വന്നിട്ടുള്ളത്. അതൊരു വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കണക്കിലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ നിങ്ങൾ ദിവസങ്ങൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റ്സും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസത്തെ ക്ലാസ്, അതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അത് അത്രയും ഭംഗിയാവണം, എൻഗേജിങ് ആവണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ചത്. അപ്പൊ നമുക്ക് ആരെ വിളിക്കാൻ സംസാരിക്കാൻ? നിങ്ങളുടെ സ്വന്തം സദ്ഗുരുഭ്യോ നമഃ. ടീച്ചർ വിളിക്കുന്നത് തെറ്റൊന്നുമില്ല. ഡാൻസ് ടീച്ചറാണ്. സാധാരണ പഠിച്ചിട്ടുള്ള ടീച്ചറല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായതാണ് ഡാൻസിൽ. സത്യം പിന്നെ ടീച്ചറൊന്നല്ല, പ്രൊഫസറെന്ന് വിളിച്ചോ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ I was working as an English teacher as well. ഞാനിപ്പോൾ ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു ഡാൻസിൽ. അതെ, താങ്ക് യു മമ്മൂക്ക. എന്താ പറയാ, നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ സന്തോഷം. ഇതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. മമ്മൂക്ക വരും എന്നുള്ളത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ആയ പോലെ, അപ്പോഴൊരു യഥാർത്ഥ പൂർണ്ണതയിലേക്ക് എത്തിയ പോലെ എനിക്ക് തോന്നി. മഹത് വ്യക്തികളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണം. നമുക്ക് ആസ് എൻ ആക്ടർ നമുക്കെല്ലാവർക്കും വളരെ അത്ഭുതത്തോടു കൂടി എവ്രി ഡേ ഹി ലേൺസ് ആൻഡ് ഹി ഷോസ് us
what he is on screen and off screen too personally. എനിക്ക് പലപ്പോഴും മറക്കാൻ പറ്റാത്ത കുറേ ഇൻസിഡൻസ് മമ്മൂക്ക പേഴ്സണലി പറഞ്ഞു തന്നിട്ടുണ്ട്. മമ്മൂക്ക അത് ഓർക്കുണ്ടാവില്ല, എനിക്ക് വളരെയധികം ഓർമ്മയുണ്ട്. നിങ്ങളോട് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഈ പഠനം മാത്രമല്ല ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടാവും ഇനി എന്ന് പറഞ്ഞത് എനിക്കും അതുപോലെ ഒരു ഉപദേശം കഴിഞ്ഞ കൊല്ലം കിട്ടിയിരുന്നു. പക്ഷെ അത് ഞാൻ വളരെയധികം ഒരു നിധി പോലെ കൊണ്ട് നടക്കുകയാണ്. ചില സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇതൊരു പഠനമായിട്ട് മാത്രം എടുക്കുക എന്നുള്ളത്. താങ്ക് യു മമ്മൂക്ക ഫോർ ബീങ് ഹിയർ. ഞാൻ പറയട്ടെ ഇവരോട്, that is quite personal. I mean, ഓരോ കാര്യങ്ങളിലും ഉപദേശിക്കുകയും ഞങ്ങള് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. Yes. ഞാൻ എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞാനിവിടെ അടുത്തൊരു പള്ളിയിലായിരുന്നു ഉപദേശിയായിരുന്നു. എനിക്ക് നിങ്ങളോട് നിറഞ്ഞ സ്നേഹവും നിറഞ്ഞ കടപ്പാടുമുണ്ട്. 2 ദിവസം കൂടെ നിന്ന് ഒപ്പം സഞ്ചരിച്ച് ഞാൻ നിങ്ങളിൽ ഒരാളാവുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു നല്ല ഗുരുനാഥ അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ ഉണ്ടാവുന്നത് നല്ല സ്റ്റുഡൻസിനെ കിട്ടുമ്പോഴാണ്. അതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. I love you so much. ഇതില് ക്ലാസിക്കൽ ഡാൻസേഴ്സ് മാത്രമല്ല, അല്ലാതെ വെസ്റ്റേൺ പഠിച്ചവരും ഹിപ്പ് ഹോപ്പ് പഠിച്ചവരും വെസ്റ്റേൺ പഠിച്ചവരും ബോളിവുഡ് പഠിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എങ്ങനെ കേറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു ഞാൻ എന്ന ടീച്ചറിന്. ആൻഡ് ഐ ബിലീവ് വി കുഡ് ഡു ദാറ്റ്, അല്ലേ? വി ഓൾ ഡിഡ് ഇറ്റ് വിത്ത് എ ബ്യൂട്ടിഫുൾ ടീം, വിത്ത് എ വെരി സ്ട്രോങ് ടീം. നമുക്ക് അടുത്തൊരു വർക്ക്ഷോപ്പ് സൂൺ നടത്താം കേട്ടോ, 3 ദിവസം. ആൻഡ് താങ്ക്സ് ടു ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നിൽ. ഇത് കോർഡിനേറ്റ് ചെയ്യാനും ഇത് ഓർഗനൈസ് ചെയ്യാനും ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാനും ഒക്കെ ആയിട്ട് മിഞ്ചിന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന സരയോ അനന്യ, നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വയ്യായകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു ഹോൾ ടീം ഇവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും ശക്തിയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഒബ്വിയസ്ലി മൈ സ്റ്റുഡൻസ് ഫ്രം തൃശ്ശൂർ, മീര, വിഷ്ണു ആൻഡ് സഞ്ജയ്, thank you so much. Thank you. See you soon. Thank you. നമ്മളൊരു ചെറിയ കുടുംബമായതുകൊണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് പെട്ടെന്ന് പോകാം അല്ലേ? നമ്മളിപ്പോൾ അമ്മ മെമ്പേഴ്സ് ഇത്രയും പേരുണ്ട് എന്ന് പറഞ്ഞു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഷൈനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ രാജേശ്വരൻ്റെ കീഴിലെ യൂട്യൂബിൻ്റെ ഒരു ടീമുണ്ട്, മനു ആൻഡ് ഹരീഷ്, അവരാണ് നമ്മുടെ സൗണ്ട് പ്രൊജക്ടർ എല്ലാം കൈകാര്യം ചെയ്തത്. ആൻഡ് നമ്മുടെ അപ്പു ആൻഡ് അലൻ, നമ്മുടെ ഓഫീസിൻ്റെ റെപ്രസെൻറ്റ് ചെയ്ത് അവരുണ്ട്. സനീഫ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജലജ ചേച്ചി, നമ്മുടെ സ്വന്തം ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ മോള് നമ്മുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പാർവതി. യെസ്. ആൻഡ് ഒരു ചെറിയ സന്തോഷം, അമ്മ കുടുംബത്തിൽ നിന്നുള്ള 2 പേരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആശേച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അതേപോലെ തന്നെ അനന്യയുടെ സിസ്റ്റർ ഇൻ ലോ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് വെളിപ്പെടുത്തിയോന്ന് എനിക്ക് അറിയില്ല, അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നിച്ചൊരു വലിയ കുടുംബം തന്നെയായിരുന്നു. ഒളിപ്പിച്ച് വെച്ചിരുന്നാണ്. യെസ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഒന്നാണല്ലോ, അപ്പൊ എന്തും പറയാം. യെസ്. അനന്യ, നമ്മുടെ സരയു പറഞ്ഞ പോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഷാജും ചേട്ടനും നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അടിപൊളി. ഒരുപാട് സന്തോഷമുണ്ട്. സരയു വിളിച്ചായിട്ട് വിളിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഒരു കമ്മിറ്റിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. ഇതേപോലൊരു കാര്യം പലപ്പോഴും ഈ താരസംഘടന അമ്മ എന്ന് പറയുമ്പോൾ സിദ്ദിഖ് ആദ്യം പറഞ്ഞ പോലെ എല്ലാവർക്കും എന്താണ് താരങ്ങൾ പോലെ ദൂരെ നിൽക്കുന്ന ആരൊക്കെയാണ്, അല്ലെങ്കിൽ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളോട് സംസാരിക്കാത്ത അല്ലെങ്കിൽ സാധാരണക്കാരെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന കുറേ പേരുടെ ഒരു സംഘടനയായിട്ടാണ് പലരും ഇതിനെ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരുപാട് കയ്യടി നേടേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്ന സിദ്ദിഖ അടക്കമുള്ള ഞങ്ങളുടെ ഈ സംഘടനയുടെ
ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന എല്ലാവരോടും ഒരു പ്രത്യേക നന്ദി ഞാൻ പറയുകയാണ്. സിദ്ദിഖ, താങ്ക് യു സോ മച്ച്. കാര്യം ഒരു വലിയ കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനൊരു അമ്മ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനു വേണ്ടി മുന്നോട്ട് ഒരുപാട് എൻക്വയറീസ് വന്നു. ഇപ്പം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും എല്ലാം. അപ്പോൾ ഇതിനു മുൻപും ഞാൻ ഒരു തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് ഇരുന്നതാണ്. അപ്പോഴൊന്നും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ എല്ലാ കാര്യങ്ങളും വരും അപ്ഡേറ്റ് ചെയ്യുകയും ഞങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുകയും നമുക്കറിയാം ഒരുപാട് എൻക്വയറീസ് വന്നു. അപ്പോൾ ഇതുപോലൊരു കാര്യത്തിന് മുന്നോട്ട് വന്ന് ഇതിന് അർഹനായിട്ടുള്ള സിദ്ദിഖ പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. മമ്മൂക്കയും ലാലേട്ടനും നിങ്ങളെ കാണാൻ വരുന്നു, നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരുന്നു എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളോടൊരു വലിയ നന്ദിയുണ്ട്. അതേപോലെ തന്നെ പ്രൊഫസർ രചന നാരായണൻകുട്ടി, അടിപൊളി. എന്തുകൊണ്ടും അമ്മയ്ക്ക് ഇതേപോലൊരു ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടും അനുയോജ്യയായ ഒരാൾ തന്നെയാണ് പ്രൊഫസർ രചന നാരായണൻകുട്ടി. താങ്ക് യു രചന, താങ്ക് യു സോ മച്ച്. തീർച്ചയായും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അമ്മയ്ക്ക് പറ്റേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് അമ്മയോടൊപ്പം എന്നും ഞാനടക്കമുള്ള എല്ലാവരും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. അല്ല, ഞങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? നിങ്ങളല്ലേ പഠിച്ചത്, നിങ്ങളല്ലേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വോയിസ് കേൾക്കണ്ടേ നമുക്ക്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത്ര അടുത്തൊക്കെ ആദ്യമായിട്ടാണ് സ്റ്റാർട്സിനെ കാണുന്നത്. എൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഫിസിക്കലി ഒരു വെസ്റ്റേൺ ഡാൻസറാണ്, ഹിപ്പ് ഹോപ്പ്, കണ്ടംപററി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇത് രജിസ്റ്റർ ചെയ്തപ്പോഴും ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഇവിടെ ചോദിച്ചപ്പം നിങ്ങൾ ബേസ് ഒരു ഡാൻസ് അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. വന്ന് ഇവിടെ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ക്ലാസ് തുടങ്ങിയ ശേഷം രചന മാം ഞെട്ടിച്ച് കളഞ്ഞു. ഒരു ടീച്ചർ എന്താണെന്ന് എനിക്ക് ഇവിടെ മനസ്സിലായി. ഞാൻ പഠിച്ചിട്ടുണ്ട് സ്കൂളിലും കോളേജിലും, പക്ഷെ എന്തായാലും പക്ഷെ ഇത്ര ഒരു കഥ പറയുക, അത് അഭിനയിച്ച് കാണിക്കുക, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്താണെന്ന് പറയുമ്പോൾ അതേ രീതിയിലുള്ള പെർഫോമൻസ്. ഞാൻ സെമി ക്ലാസിക്കൽ അങ്ങനെയുള്ളൊരു ഐറ്റം പെർഫോം ചെയ്തു എന്ന് അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു മാം. എനിക്കത് പറ്റത്തില്ല എന്ന് വിചാരിച്ച ഞാൻ അത് ചെയ്തു. അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അഭിമാന നിമിഷമാണ്. പിന്നെ ഈ അമ്മയുടെ ഓഫീസിൽ വരിക, ഞാൻ ഇന്നലെ തന്നെ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുന്നത് എവിടെ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു. അപ്പം വളരെ നന്ദിയുണ്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തതിന്. ബാക്കി എല്ലാവരും ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ടു ദ എൻറ്റയർ ടീം. എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇത് പറയാനൊരു അവസരം എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. രചന മാം എടുത്ത ഹോംവർക്ക് ഇതിന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. ഇന്നലെ ലാലേട്ടന് വന്നപ്പോൾ ലാലേട്ടന് കൈ കൊടുക്കാൻ പറ്റി. ഇപ്പോൾ മമ്മൂക്കഥ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല സന്തോഷമുണ്ട്. അമ്മയുടെ ഓഫീസ് എല്ലാവരുടെയും അതേപോലെയുള്ള എക്സൈറ്റ്മെൻറ്റ്. ഇവിടെ വരാനും ഇത്രയും ആൾക്കാരെ കാണാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അത് മാത്രമല്ല അനന്യ ചേച്ചി, സരയു ചേച്ചി, ഇവരെല്ലാവരും എപ്പോഴും വന്ന് ഞങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, അത്രയും ഒരു സിസ്റ്റർ ഫ്രണ്ട് ആ ഒരു ഇതിലോട്ടെത്തി. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആള് രചന മാം. ഞങ്ങൾക്ക് 2 ദിവസം ക്ലാസ് എടുത്ത് ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ ഓൺ അലൈ പായതേ എന്ന് പറഞ്ഞൊരു ഐറ്റം, അത് അടിപൊളിയായിട്ട് രചന മാമിൻ്റെ രീതിയിൽ കമ്പോസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരെയും കരയിപ്പിച്ചു. ആഫ്റ്റർ ദ പെർഫോമൻസ് വി ഓൾ വർ ഹാപ്പി ടിയേഴ്സ്. ഞങ്ങൾ ഹാപ്പി ടിയേഴ്സ്. ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആൻഡ് എല്ലാവരും ഒരു വലിയ ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക്. താങ്ക് യു ഫോർ ഹാവിങ് ദിസ്, ഗിവിങ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ വീണ്ടും വൈറലായി. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ഓൾ.
We all are at sky right now because we can touch the stars. ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. എൻ്റെ കൂടെ എൻ്റെ മക്കളും വരാനിരുന്നാണ്. അതുകൊണ്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. അടുത്ത വർക്ക്ഷോപ്പിന് അവരെ ആദ്യം എടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിരുന്നത് വേർഡ്സ് ആർ മോർ പവർഫുൾ എന്നാണ്. ബട്ട് ടുഡേ ഐ ബിലീവ് ദാറ്റ് എക്സ്പ്രഷൻസ് ആർ മോർ പവർഫുൾ ദാൻ വേർഡ്സ്. ഹൗ വി ക്യാൻ എക്സ്പ്രസ് എന്ന് ഞാൻ പഠിച്ചു. അതിന് ഒരുപാട് നന്ദി. അമ്മയുടെ ഒരു 2020 ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ചാടി വീണു. ബിക്കോസ് there is a quality assured. So thank you so much once again for the team and for the initiative. Thank you. And ma'am, thank you so much. മറിമായത്തിൽ കണ്ട ആളല്ല, ശരിക്കും ഒരു ടീച്ചറാണ്. എൻ്റെ ഒരു ഷോപ്പിൽ നിന്നാണ്, സ്വദേശം കൊല്ലമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പാണ്. പക്ഷെ പലരും ഞാൻ അഭിനയിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, കുറേ പേര് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു നല്ലൊരു ആക്ട് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഫിലിം വല്ല അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അല്ല, ബി ഓപ്പൺ, അത് എനിക്കൊരു അപ്രീസിയേഷൻ ആണ്. കാര്യം ചോദിച്ചു, കാര്യം എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് വർക്ക്ഷോപ്പാണ്. പ്രത്യേകിച്ച് ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അത് അമ്മ ഓഫീസിന് ഉപരി ഒരു ഫസ്റ്റ് വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് രചന മാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന 2 ദിവസം 3 ദിവസം ഏതെങ്കിലും ആയിക്കോട്ടെ, വെർത്താണ്. അതിൽ യാതൊരു സംശയമില്ല. താങ്ക് യു അമ്മ ടീം എല്ലാവരും. നമുക്ക് താങ്ക് യു. പ്രത്യേകിച്ച് സിദ്ദിഖിക ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നുണ്ടായിരുന്നു. സത്യമാണ്, ഞങ്ങള് ലാസ്റ്റ് ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്യുന്നപ്പോൾ സിദ്ദിഖിക എന്റെ തൊട്ട് പുറകിൽ വന്നിട്ട് ദീപം ഉണ്ടായിരുന്നു. സത്യം, ഞാൻ സിദ്ദിഖിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സിദ്ദിഖിക വന്ന് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിരുന്നു. എഗെയിൻ താങ്ക് യു മറ്റു എല്ലാ ക്രൂ. തന്നെ നേരത്തെ പറഞ്ഞ ഇവരെ പറഞ്ഞപ്പോ ആരും കൈയടിച്ചില്ല കേട്ടോ. ഇവരൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്ന ചേട്ടൻ. ഞാൻ അവരെല്ലാരും നമ്മളെ കണ്ടവരാണ്, പക്ഷെ നമ്മൾ ആരും കൈയ്യടി കൊടുക്കുന്നില്ല. പക്ഷെ അവരൊക്കെയാണ് നമ്മള് ഈ ഓൾ ക്രൂ അമ്മ എന്ന ടീമിനെ മുമ്പോട്ട് നയിക്കുന്നതും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് നടക്കുന്നു. എല്ലാവരും ഞാൻ ഇങ്ങനെ നാട്ടിൽ പോയാലും റെക്കമെൻഡ് ചെയ്യട്ടെ. എല്ലാവരും സത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യും. അമ്മ വർക്ക്ഷോപ്പ് ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ തുഷാർ മാസ്റ്ററൊക്കെ അറിയുന്നപ്പോ അമ്മയുടെ ലോഗോ അടിപൊളിയാല്ലേ ഞാൻ പറയുകയും ചെയ്തു. കാര്യം അടിപൊളി ലോഗയാണ്, സൂപ്പറാണ്, ഇത് ആരെ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഞാൻ ഇതിന്റെ വീട്ടിപ്പിക്കുന്നില്ല, നമുക്ക് പോകാറില്ല. അപ്പൊ താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ ഫ്രണ്ടെന്ന് അയ്യോ, എല്ലാരും കണ്ടതിൽ സന്തോഷം. ഇനിയും വരണമെന്നുണ്ട്, ഇതിലും ആൾക്കാരെ കാണണമെന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞ പോലെ എനിക്കും കൈയല്ല കെട്ടിപ്പിടിക്കണം എനിക്ക്. അടുത്ത ക്ലാസ്സിൽ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കണം, കിട്ടാണെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ. സിനിമയിൽ അഭിനയിച്ചു, ഞാനൊന്നിലും അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കട്ടെ. നമുക്ക് സെറ്റാക്കാം, എല്ലാം നമുക്ക് ശരിയാക്കാം. നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കണ്ടേ? എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവരുടെയും വാക്കുകൾ കേൾക്കണം, ഇന്ററാക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സമയ പരിമിതി അറിയാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഏറ്റവും ബേസിക് കാര്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത്. ഇപ്പൊ വന്ന് ഞങ്ങളെക്കാളൊക്കെ ഭാഗ്യമുള്ളവരായി നിങ്ങളിപ്പോ ഇവിടുത്തെ ആൾക്കാരായല്ലോ. നമുക്ക് ഒരു കുറച്ച് സർട്ടിഫിക്കറ്റ് ഒന്ന് തുടങ്ങി തരാനായിട്ട് ഐശ്വര്യമായിട്ട്